ഇന്ന് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടോ ഷെയർ ചെയ്യുന്നത്. ഉണ്ടാക്കാനും എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ പഴയകാല ഓർമ്മകൾ ഉണർത്തുന്ന ഒരു നാടൻ പലഹാരം എന്ന് പറയാം. പണ്ട് കാലത്ത് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് അമ്മമാർ ഉണ്ടാക്കി തരുന്ന ഒരു നൊസ്റ്റാൾജിക് റെസിപ്പി ആയിട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇത് ഉണ്ടാക്കുന്നത് കുറവായിരിക്കും എല്ലാവരും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊടുക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 1 കപ്പ് ചമ്പ പുട്ടുപൊടി എടുത്തിട്ടുള്ളത്. ഏത് പുട്ടുപൊടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നൈസായിട്ടുള്ള പൊടി എടുക്കണ്ട കേട്ടോ, കുറച്ച് തരിതരിപ്പായിട്ടുള്ള പൊടി വേണം എടുക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് നല്ല ചൂടുവെള്ളമാണ്. അപ്പോൾ ചൂടുവെള്ളം ചേർത്തിട്ട് ഈ ഒരു പൊടീൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നവരൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചൂടുവെള്ളം തിളക്കുന്ന സമയത്ത് പൊടി ഇട്ടിട്ട് വാട്ടിയെടുത്താലും മതി. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. അതിൻ്റെ ചൂടൊന്ന് ഇത്തിരി തണിയുന്നവരെ മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് തേങ്ങ, ഒരു ഇത്തിരി ജീരകവും ചേർത്ത് ഒന്ന് ചതച്ച് കൊണ്ടുവരുന്നുണ്ട്. അത് നമ്മൾ ഈ ഒരു മാവിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചൊന്ന് ചൂട് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൈ വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1 ടീസ്പൂണോളം പശുനെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. കയ്യിലൊന്ന് ഇത്തിരി പറ്റുന്നതുകൊണ്ട് ചേർത്തതാണ്. അപ്പോൾ ഹെൽത്തായിട്ട് തയ്യാറാക്കുന്നതാണെങ്കിൽ പശുനെയ്യ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കുട്ടികൾക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിതുപോലെ ഒന്ന് മാവ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ വെച്ച് വേവിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്ലേറ്റിൽ എണ്ണ വരട്ടിയിട്ട് നമ്മളിത് ഇതുപോലുള്ള വലിയ സൈസിലുള്ള ബോൾ പോലെ ആക്കി എടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് അത് നമ്മളിതാ തേങ്ങ ചിരവിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ബോളുകളാക്കി മാറ്റാം കേട്ടോ. ചെറിയ സൈസിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഒരു 5-6 ഞാനിതാ ഇതുപോലെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവിത്തട്ടിൽ വെച്ച് ഇതൊന്ന് ആവി കയറ്റി എടുക്കാം. ഏകദേശം ഒരു 15-20 മിനിറ്റോളം ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. വീട്ടിലുണ്ടാകുന്ന ചേരുവകൾ മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഈ ഒരു ആവിയിൽ വേവിച്ച് ഈ ഒരു ഉണ്ടകൾ നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കടുകും കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. താങ്ക്